ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല തിരുവനന്തപുരത്തിന്റെ ചരിത്രം. 1200 വർഷങ്ങൾക്ക് മുൻപ് 64 വിഷയങ്ങൾ പഠിപ്പിച്ചിരുന്ന ഒരു സർവകലാശാല ഇവിടെയുണ്ടായിരുന്നു. ചരിത്ര പുസ്തകങ്ങളിൽ അധികം ഇടം പിടിക്കാതെ പോയ കാന്തളൂർ ശാലയെപ്പറ്റി പഠിച്ച് ഡോക്യുമെന്ററി തയ്യാറാക്കിയിരിക്കുകയാണ് അധ്യാപകനായ കിഷോർ കല്ലറ. നാളന്ദ സർവകലാശാലയെക്കുറിച്ച് നാമെല്ലാം ചരിത്ര പുസ്തകങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. എന്നാൽ അതിന് സമാനമായി 1200 വർഷങ്ങൾക്ക് മുമ്പ് ഈ അനന്തപത്മനാഭന്റെ മണ്ണിലും ഒരു സർവകലാശാല ഉണ്ടായിരുന്നു. ദക്ഷിണ നാളന്ദ എന്ന് പോലും അറിയപ്പെട്ടിരുന്ന കാന്തളൂർ ശാല. ചരിത്ര പുസ്തകങ്ങളിൽ അധികം ഇടം പിടിക്കാതെ പോയ ഈ സർവകലാശാലയെ പറ്റി പഠിച്ച് ഡോക്യുമെന്ററി തയ്യാറാക്കിയിരിക്കുകയാണ് വാമനപുരം കാഞ്ഞിരമ്പാറ LP സ്കൂൾ അധ്യാപകനായ കിഷോർ കല്ലറ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും വെറും 800 മീറ്റർ മാത്രം അകലെയായി കിഴക്ക് മാറി സ്ഥിതി ചെയ്തിരുന്ന കാന്തളൂർ ശാല. ഞങ്ങളുടെ സ്കൂളിൽ ഒഴിവ് സമയങ്ങളിൽ GK ബുക്ക് വർക്കൗട്ട് ചെയ്യും പിള്ളേരെ. അപ്പോൾ അതിൽ കിടന്ന 1-2 ചോദ്യങ്ങൾ, അതിലൊന്ന് ദക്ഷിണ കാശി ഏത്, അടുത്ത് മറ്റൊന്നായിരുന്നു ദക്ഷിണ നളന്ദ ഏതെന്നുള്ളത്. അപ്പോൾ കുട്ടികളിങ്ങനെ വായിക്കുന്നത് കേട്ടു, ദക്ഷിണ നളന്ദ കാന്തളൂർ ശാലയെന്ന്. അപ്പോൾ ആ ദക്ഷിണ നളന്ദ കാന്തളൂർ ശാല എന്ന് കേട്ടപ്പോൾ ഒരു അത്ഭുതമായി, അത് എവിടെയാണെന്ന് അറിയാനുള്ള ഒരാഗ്രഹമായി. നന്മ നിറഞ്ഞ വിദ്യാസമ്പന്നമായ ആദർശനിഷ്ഠമായ പുതിയ തലമുറകളെ വാർത്തെടുത്തിരുന്ന ഒരു മഹാശാലയുടെ വിശേഷിപ്പുകൾ തിരുവനന്തപുരത്തിൻ്റെ നെറുകയിൽ കൊടിയിറങ്ങിയ ഉത്സവപ്പറമ്പ് പോലെ ഇന്നും അവശേഷിക്കുന്നു. അപ്പോൾ അന്വേഷിച്ചിറങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ ഒരു അമ്പലവും ബാക്കിയുണ്ട്. അപ്പോൾ സത്യത്തിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാര്യം ഇന്ന് എവിഡൻസ് എല്ലാം നഷ്ടപ്പെട്ടു പോയി. വളരെ ചുരുക്കം ചില എവിഡൻസ് മാത്രമേ ഉള്ളൂ. അതിലൊന്ന് പാർത്ഥിവപുരം ചെപ്പേടാണ്, പത്മനാഭപുരം പാലസിനകത്താണുള്ളത്. പിന്നെ ഞാൻ അന്വേഷിച്ച് ഡോക്ടർ MG ശശിപുരൻ സാറിൻ്റെ അടുത്ത് പോയി. അദ്ദേഹമാണ് കുറേ ഡീറ്റെയിൽസ് തന്നത്. അദ്ദേഹവും ഡോക്ടർ N ഗോപകുമാരൻ നായരും അങ്ങനെ ഒത്തിരി പേര് നമുക്ക് സപ്പോർട്ട് ചെയ്തു. ഈ അകത്തളങ്ങളിൽ നാം കേൾക്കുന്നില്ലേ ഇപ്പോഴും വേദങ്ങളുടെ പ്രതിധ്വനികൾ? ഈ കൽപ്പിത്തികൾക്ക് പറയാനുണ്ടാവില്ലേ നമ്മോട് നിരവധി കഥകൾ, ഗുരുക്കന്മാരുടെയും പഠിതാക്കളുടെയും കഥകൾ? പക്ഷേ ആരത് കേൾക്കുക? RB സനു, മീഡിയ 1, തിരുവനന്തപുരം. ഒരു ഇടവേള കൂടി.